ഒന്നിച്ചു. മാധവൻ മാഷും ലീലയും ഒന്നും അത്ര പെട്ടെന്ന് നമ്മെ വിട്ടുപോകില്ല അല്ലേ? വാരണാസിയുടെ പല ഘട്ടങ്ങളിലൂടെ ഒപ്പമുള്ളവരെ തേടി അവരെ യാത്ര ചെയ്യുമ്പോൾ ആ ചിത്രങ്ങൾ, ആ ദൃശ്യചാരുത നമ്മോടൊപ്പം ചേർന്ന് വരികയാണ്. ഇന്ന് ഈ ചിത്രത്തിന്റെ വിജയാഘോഷത്തിന്റെ ഭാഗമാകാൻ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം, സുസ്വാഗതം. പ്രിയപ്പെട്ട നിർമ്മാതാവ് ശ്രീ അഭിജിത്ത് ബാബുജി ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്ലീസ്. ഹൈവർഷ ഒരു മനോഹരമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. പ്ലീസ്, എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവർക്കും ഒത്തിരി നന്ദി, ഒത്തിരി സ്നേഹം. ഒരു ആദ്യ ശ്രമമായിരുന്നു, ഇത്രത്തോളം ചെയ്യാൻ പറ്റിയെന്ന് അറിയില്ല. പക്ഷേ ഈ നാളെ വരെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്നേഹവും പ്രേക്ഷകരുടെ സൈഡിൽ നിന്നുള്ള സ്നേഹവും എല്ലാ തരത്തിലുള്ള പ്രതികരണം കാണുമ്പോഴും ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി. ഇന്നത്തെ ദിവസത്തെ ഒരു വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ സാറിനോടൊപ്പം സ്വന്തം മൂവി കാണാൻ പറ്റുക എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു ഐ ഫീൽ സോ ബ്ലെസ്ഡ്. താങ്ക് യു സർ. എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. വൺസ് അഗൈൻ ഇത്രയും മനോഹരമായ ഒരു സിനിമ നമുക്കായിട്ട് ഒരുക്കി ചെറിയ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിലും മൂന്നാമത്തെ ആഴ്ചയിലും പടം വിജയമായി മുന്നോട്ട് പോകുന്നതിലും നന്ദി. എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം. സ്നേഹാദരങ്ങളോടെ പ്ലീസ് സർ. ഒന്നും പറയാനില്ല. പറയാനുള്ളത് വർഷയ്ക്കും അഭിജിത്തിനും ഒക്കെയാണ്. പിന്നെ എനിക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളിലൊന്നും മാത്രം കരുതി നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഓരോ കഥയെയും കാലാതീതമാക്കിയ, കാവ്യ വിസ്മയമാക്കിയ മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംവിധായകൻ, ദക്ഷിണാശാലിയായ സംവിധായകൻ, ഹൃദയത്തിന്റെ സ്പന്ദനങ്ങളെയെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ അഭ്രപാളികളിൽ പകർത്തി എഴുതിയ ഏറ്റവും പ്രിയപ്പെട്ട വിശ്വവിഖ്യാതനായ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സാർ ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. ഏറെ സ്നേഹ ഇവിടെ ഇരിക്കുന്നത് ഈ ഒരു ചലച്ചിത്രത്തിന്റെ ഈ ഒരു വിജയാഘോഷം അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഒരുപാട് മനോഹരമാക്കി, പ്രൗഢഗംഭീരമാക്കി. പ്ലീസ് എന്ന് പറയാനത്. വളരെ ഹൃദയാവർജകമായിട്ടുള്ള ഒരു സിനിമയാണ് ഇത്. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചത് ഒരാളിൻ്റെ ഈ കൊച്ചു കുട്ടിയുടെ ആദ്യത്തെ ചിത്രമാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നതാണ്. പ്രൊഫഷണലാണ്, വളരെ പ്രൊഫഷണലാണ്. പിന്നെ മ്യൂസിക്കൊക്കെ വളരെ കാര്യമായിട്ട് ഇത് പടത്തിനെ ഉയർത്തിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകം എടുത്ത് പറയുന്നത് എൻ്റെ ഒരു പ്രിയപ്പെട്ട ഇന്ദ്രനെ പറ്റി. ഇന്ദ്രന് ഏത് കഥാപാത്രം കൊടുത്താലും ആ കഥാപാത്രമാണ്, അതായിട്ട് മാറും. അതിശയം അത്ഭുതത്തോടു കൂടിയാണ് ഈ ചെറിയ നാട്ടിൽ പറയാൻ പാടില്ല, ഈ വലിയ നാടിനെ ഞാൻ കാണുന്നത്. ഇന്ദ്രൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ തുടങ്ങുമ്പോൾ കാണുന്ന ഇന്ദ്രൻ തന്നെയാണ് ഇപ്പോൾ. വ്യത്യാസമൊന്നുമില്ല. ഒരു വലിയ നടന്റെ യാതൊരു ഭാവഭേദങ്ങളോ വ്യത്യാസങ്ങളോ ഒന്നും അദ്ദേഹം നയിച്ചിട്ടില്ല. ഇന്ദ്രന്റെ നന്മയും വിനയവും ഇപ്പോഴും അതുപോലെ തന്നെ സൂക്ഷിക്കുന്നു. ഇതൊരു അത്ഭുതം, അതും ഒരു അത്ഭുതമാണ്. പക്ഷേ ഈ പടത്തിൽ കണ്ടപ്പോൾ വിലയൊക്കെ നമ്മുടെ അദ്ദേഹത്തിന് വളരെ പ്രായക്കുറവാന്ന് തോന്നി. അതൊരു ആ കഥാപാത്രമൊക്കെ മാറുന്നതിൻ്റെ ഒരു വലിയ പ്രത്യേകത. മേക്കപ്പ് ചെയ്തിട്ടൊന്നും അല്ല, അത് വലിയൊരു സ്ഥിതിയാണ്. അത് എത്ര പറഞ്ഞാലും ഈ പിന്നെ വാരാണസി എന്ന് പറയുന്നത് ഞാൻ പലതവണ പോയിട്ടുണ്ട് വാരാണസിയിൽ. പക്ഷേ ഈ വാരാണസിയെ വളരെ കൃത്യമായിട്ട് ഈ പടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് അവിടുത്തെ ആ പിന്നെ ജഡം ഇരിക്കുന്ന ആ ഭാഗം അവിടെ വെളിയിൽ നിന്ന് വരുന്നവരൊക്കെ പോയി കാണുന്നത് അതല്ല വാരാണസി. വാരാണസി വളരെ പഴയ ഒരു നഗരമാണ്. ഇന്ത്യയുടെ സംസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരം എന്ന് പറയാവുന്നത് വാരാണസിയാണ്, കാശി. അപ്പോൾ ഈ കാശിക്ക് ഇങ്ങനെ ഒരു കാശിയെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നേരത്തെ കണ്ടിട്ടില്ല. വളരെ മനോഹരമായിട്ട് കാശിയെ പകർത്തിയിട്ടുണ്ട് പടത്തിൽ. ഇതൊക്കെ വളരെ പടത്തിന് വലിയ ക്വാളിറ്റീസ് ആണ്. എല്ലാ വിജയവും ആശംസിക്കുന്നു.
വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടമാണ്. കൂടുതൽ വിജയം ആശംസിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇനി നമ്മൾ അഭിനേതാവ് ശ്രീകൃഷ്ണൻ, അതോടൊപ്പം ചിന്ന ചിന്ന ആശയുടെ പ്രൗഢഗംഭീരമായ വിജയം ഇതാ നാം ആഘോഷിക്കുകയാണ്. ഒരാവർത്തി കൂടി അടൂർ സർ പറഞ്ഞ ആ ഒരു വാക്കുകൾ ഓർമ്മിക്കുകയാണ്. വിജയിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ ഒരു ചലച്ചിത്രത്തിലുള്ള ഒരു അടയാളപ്പെടുത്തലാകുന്ന ഈ ഒരു ചിത്രം. മാമിനെ ക്ഷണിക്കുന്നു. മാം രണ്ടു നാളുകൾക്ക് ശേഷം വളരെ മനോഹരമായിട്ടുള്ള ഒരു കാവ്യമാണ് കണ്ടത്. സത്യം പറഞ്ഞ അവസാനത്തെ സീനൊക്കെ കണ്ണിനിങ്ങനെ വെള്ളം വരും. ചിന്ന ചിന്ന ആസ എന്നുള്ള ടൈറ്റിൽ തന്നെ വളരെ ആപ്റ്റാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ മനസ്സിലും ഒരുപാട് കുഞ്ഞു 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 ആഗ്രഹങ്ങൾ കാണും. സാധിക്കാൻ പറ്റാത്ത പല ആഗ്രഹങ്ങൾ കാണും. അത് സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ എനിക്കൊരു പേപ്പറിൽ എനിക്ക് ഉള്ള ആഗ്രഹങ്ങളും കഷ്ടങ്ങളെല്ലാം എൻ്റെ അച്ഛന് അൻപുള്ള അപ്പ എന്ന് പറഞ്ഞ് ഞാൻ ലെറ്റർ എഴുതി ഞാൻ എപ്പോഴും ചേർത്ത് വെക്കും. അപ്പപ്പോ അന്നൊരു സംഭവം നടന്നാലും എനിക്ക് ആ മനസ്സിനുള്ള വിഷമെന്നെല്ലാം അതിനകത്ത് എഴുതി, அப்பா உங்ககிட்ட நான் சொல்றேன்ப்பா, நீ உயிரோட இல்லை, எனக்காக வேண்டி நீ இதை சரி பண்ணி கொடு, நான் யார்கிட்ட சொல்ல முடியும். ஏன்னா ആരെടുത്തും പറയാൻ പറ്റാത്ത ചില സംഭവങ്ങൾ എനിക്ക് എൻ്റെ അച്ഛനോട് പറഞ്ഞാൽ എനിക്കെല്ലാം ശരിയായതുപോലെ എനിക്കൊരു ഫീൽ. ഐ ഫെൽറ്റ് എനിക്ക് ഒരുപാട് അതുമായിട്ട് ഇഴുകിച്ചേരാൻ പറ്റിയ, എസ്പെഷ്യലി വർഷ എക്സലന്റ് ജോബ്. അവസാനം ആ ബോട്ടിൽ ഒറ്റ ഷോട്ടാണ്. ഇന്ദ്രനും ശരി മധുവും ശരി അവര് അഭിനയിച്ചിട്ടില്ല, ദേവർ ലിവിങ്, അവര് ജീവിക്കുകയായിരുന്നു അതിനകത്ത്. ആ മ്യൂസിക് സാധാരണ ചില പടങ്ങൾ നമ്മൾ കാണുമ്പോൾ ചില ഡയലോഗ് കേൾക്കാൻ പറ്റില്ല, മ്യൂസിക് ഇങ്ങനെ കിടന്ന് കട്ടാവെന്ന് അടിക്കുന്നു. ഇതിനകത്ത് മ്യൂസിക് ഉണ്ട് എന്നുള്ളത് പോലും നമുക്ക് അറിയുന്നില്ല. അതോടുകൂടി അങ്ങ് ചേർന്ന് വരികയാണ്. സീനറി ആവട്ടെ, എഡിറ്റിംഗ് ആവട്ടെ, ഡയറക്ഷൻ ആവട്ടെ, ആർട്ടിസ്റ്റിന്റെ അഭിനയമാവട്ടെ, ഈച്ച് ആൻഡ് എവറി ക്യാരക്ടേഴ്സ്. അതിനകത്ത് വരുന്ന ആ കൊച്ചു പയ്യനുണ്ടല്ലോ, അവര്, പിന്നെ രാമയ്യ സാറാവട്ടെ, പിന്നെ അച്ഛനായിട്ട് ആ കുട്ടിയുടെ അച്ഛനായിട്ട് വരുന്ന അവരാവട്ടെ, എല്ലാവരും അവരവരുടെ ക്യാരക്ടേഴ്സ് നമ്മുടെ മനസ്സിൽ തങ്ങുന്നത് പോലെയാണ് ഇരുന്നത്. മധു ഡൺ ആൻ എക്സലന്റ് ജോബ്. ഇന്ദ്രൻ കേൾക്കേ വേണ്ട, കണ്ണിന്റെ ചലനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എസ്പെഷ്യലി അവസാനം കരയുന്നത്, ഓ അമേസിങ് ഇന്ദ്രൻ, അമേസിങ്. അവസാനം ആ ബോട്ട് അങ്ങ് പോകുമ്പോൾ ആ ഉള്ളില് പാവിട്ടും അറിഞ്ഞില്ല. അയ്യോ, ഐ കുഡ്ന്റ് എക്സ്പീരിയൻസ് ദാറ്റ്. വളരെ ഭംഗിയായിരുന്നു, നന്നായിരുന്നു, നല്ല മൂവിയാണ്. ഓൾ ദി ബെസ്റ്റ്. ഒരുപാട് അവാർഡ്സ് ഉണ്ട്, എല്ലാവരും റെഡി ആയിട്ട് ഇരുന്നോളൂ, ഒത്തിരി അവാർഡ്സ് ഉണ്ട് കേട്ടോ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ആ സ്ട്രേഞ്ചറുടെ അടുത്ത് പറഞ്ഞ ആ ഒറ്റ ദിവസം കൊണ്ടുള്ള അവരുടെ ആ ഒരു രണ്ടുപേരുടെയും ആ കെമിസ്ട്രിയും എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ലൈക്ക് എല്ലാം വിഷ്വലി ആണെങ്കിലും ഡയറക്ഷൻ വൈസ്, മ്യൂസിക്, എല്ലാ കാര്യങ്ങളും വളരെ 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 മനോഹരമാക്കിയിട്ടുണ്ട്. ആൻഡ് ഇനി ഉണ്ടാവട്ടെ എല്ലാം കഥാപാത്രമായിട്ട് അത് തന്നെ ജീവിക്കുകയായിരുന്നു. സോ ആൻഡ് അഭിജിത്ത്, യു ഡിഡ് എ ഗുഡ് ജോബ് ലൈക്ക് പ്രൊഡ്യൂസിങ് ഇറ്റ്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. എന്താ പറയേണ്ടത് എനിക്കറിയില്ല. കാരണം ഈ സിനിമ എന്ന് പറയുന്നത് അത് ഒരു വിനോദത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ലോ, ഒരു അനുഭവമായി മാറുന്ന സിനിമകളെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതാണ് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നമ്മളിങ്ങനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ ഒരുപാട് കാലങ്ങൾ നമ്മൾ കണ്ട പല സിനിമകളും നമ്മുടെ
ഓർമ്മകളിൽ ഉണ്ടാവില്ല. പക്ഷെ ചില സിനിമകൾ എവിടെയൊക്കെയോ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കും. ഈ സിനിമ കണ്ടപ്പോൾ ഇതൊരു ഏറ്റവും ഒരു മനോഹരമായ ഒരു കവിത പോലെ, അല്ലെങ്കിൽ ഒരു ഏറ്റവും നല്ലൊരു ചെറുകഥ പോലെ അത്രയും ഹൃദ്യമായിട്ടാണ്, ദൈവഹൃദ്യമായിട്ടാണ് ഈ സിനിമ എനിക്ക് അനുഭവപ്പെട്ടത്. അതൊരു ശരിക്കും നല്ലൊരു ഫീല് ആ സിനിമ. അതിനൊരു ടോട്ടാലിറ്റി ഇല്ല. ഇപ്പൊ ഓരോ ഘടകങ്ങളായിട്ട് എടുത്തു പറയാൻ അല്ല, ഇതൊരു സിനിമ എന്ന് എപ്പോഴും അത് സംവിധായകന്റെ കല എന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ബാക്കിയെല്ലാം അതിലിങ്ങനെ ഒത്തുചേരുമ്പോൾ അതൊരു മനോഹരമായ സിനിമയാവും. എങ്കിലും അതിൻ്റെ ഒരു ടോട്ടാലിറ്റിയിൽ സംവിധായകന്റെ സൃഷ്ടിയാണ്. ഇവിടെ വർഷ എന്ന് പറയുന്ന കുട്ടി ഈ ഒരു സിനിമ ചെയ്തെന്ന് ശരിക്കുന്നത് ഇവിടെ പറയുന്നത് ഒരു അത്ഭുതം തന്നെയാണ്. വളരെ അനുഭവസമ്പന്നയായ അല്ലെങ്കിൽ അനുഭവസമ്പന്നതയിൽ നിന്ന് ഉണ്ടായ ഒരു സിനിമ പോലെ വളരെ മനോഹരമായിട്ട് അത് ചിത്രീകരിക്കാൻ വർഷയ്ക്ക് കഴിയും. അത്രയും ഗംഭീരമായിട്ടാണ് അത് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇന്ദ്രസേനയെ കുറിച്ച് എനിക്ക് ഞാൻ അത്ഭുതത്തോട് നോക്കിക്കാണുന്ന ഒരാളാണ്. അടൂർ സാർ നേരത്തെ പറഞ്ഞു ഇന്ദ്രസേന ഒരു മാറ്റവും ഇല്ല, മുമ്പ് കണ്ടതുപോലെ തന്നെ. അതൊരു പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു രൂപത്തിലും അല്ലെങ്കിൽ സ്വഭാവത്തിലും അഭിനയത്തിലും ലാളിത്യത്തിലും ഒക്കെ ആയിരിക്കും ആ ഒരു മുമ്പ് കണ്ടത്. പക്ഷെ അഭിനയത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. കാര്യം ഞാൻ മുമ്പ് കണ്ട ആ ഇന്ദ്രൻസിന്റെ അഭിനയത്തിൽ നിന്നൊക്കെ എത്രയോ ഉയർന്ന ഉന്നതമായ ഒരു തലത്തിലാണ് ഇപ്പോൾ ഇന്ദ്രൻസിന്റെ അഭിനയത്തിന്റെ ഒരു മികവ് നമ്മൾ കാണുന്നത്. ഈ പല സിനിമയിൽ അഭിനയിക്കുന്ന പല നടന്മാരും നമ്മൾ അവസാന സിനിമ കാണുമ്പോഴും അവരൊക്കെ ആദ്യം തുടങ്ങിയ സിനിമയിൽ നിന്ന് കണ്ട ആ അഭിനയത്തിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും കാണില്ല. പക്ഷേ ഇന്ദ്രൻസിന്റെ ഒരു സിനിമയും ഞാൻ അത്ഭുതത്തോട് നോക്കുകയാണ്. എനിക്ക് കിട്ടുന്ന കഥാപാത്രം ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കഥാപാത്രമായിട്ടൊക്കെ മാറുകയാണ്. അതൊരു വല്ലാത്തൊരു കെമിസ്ട്രിയാണ്, ഒരു രാസപ്രവർത്തനമാണ്. ശരിക്കും ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു നടൻ കഥാപാത്രമാകുന്ന നമ്മുടെ ഈ സിനിമ ഈ അഭിനയത്തെ കുറിച്ച് പരകായ പ്രവേശം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ കിട്ടുന്ന കഥാപാത്രത്തിന്റെ ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് അനന്തൻ കാട് എന്ന് പറയുന്ന സിനിമ കണ്ടത്. അതും എന്നെ ഒരു അത്ഭുതപ്പെടുത്തിയ ഒരു പെർഫോമൻസ് ആണ് എന്താ. അപ്പൊ ഇത് ഓരോ സിനിമയ്ക്കും ഇങ്ങനെ തന്റെ പെർഫോമൻസ് ഒന്നിനൊന്ന് മികവുറ്റതാക്കി മാറ്റുന്ന ഒരു അഭിനയത്തിന്റെ വിസ്മയമായിട്ട് ഇന്ദ്രൻസേട്ടൻ മാറുകയാണ്. ഇത് കൂടുതൽ കൃത്യമായിട്ട് സംസാരിക്കുന്നത് അതിഗംഭീരമായ ഒരു ഒരു എന്താണ് ദൃശ്യാനുഭവം. നമ്മൾ പലപ്പോഴും ഈ സിനിമകള് അതിന്റെ സംഭാഷണങ്ങൾ കൊണ്ടത് നമുക്ക് എവിടെയെങ്കിലും സിനിമ കാണണമെന്നില്ല, എവിടെയെങ്കിലും ദൂരെ കേട്ടാലും അത് മനസ്സിലാവും. പക്ഷെ ഇതൊരു ദൃശ്യത്തിന്റെ ഭാഷയിൽ ആ സിനിമയെ ദൃശ്യവൽക്കരിച്ചു. അതാണ് ഏറ്റവും പ്രധാനം. ആ ദൃശ്യഭാഷ നമുക്കൊരു അനുഭവമായി മാറുന്ന തരത്തിൽ ആവിഷ്കരിച്ച വർഷയ്ക്ക് തീർച്ചയായും സിനിമയിൽ ഒരു വലിയ ഭാവിയുണ്ട്. പുരസ്കാരങ്ങളുടെയൊക്കെ ഒരു വലിയ ഒരു തന്നെ കിട്ടും ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും ഇതിന്റെ അണിയറയിലും അരങ്ങിലും പിന്നണിയിലും ഒക്കെ പ്രവർത്തിച്ച മുഴുവൻ പേരെയും എല്ലാ ഘടകങ്ങളും ഒന്നിനൊന്ന് മെച്ചമാണ്. അങ്ങനെ വരുമ്പോഴാണ് ഒരു സിനിമ ഏറ്റവും മികച്ചതാകുന്നത്. ആ അർത്ഥത്തിൽ എല്ലാവരെയും ഹൃദയപൂർവ്വം എല്ലാ ആശംസകളും എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. താങ്ക് യു. കൂടെ വരും ചില ക്യാരക്ടേഴ്സും അതിലെ സ്ഥലങ്ങളും ഒക്കെ. പക്ഷെ ഇപ്പോ ഇതിലെ ക്യാരക്ടേഴ്സും ഈ കഥയും എന്റെ കൂടെ വരുവാണോ അതെ എന്നെ അതിലോട്ട് കൊണ്ടുപോകണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കഥ. വർഷ ഓൾ ദി ബെസ്റ്റ്. എന്നെ എപ്പോഴും ഒരു ആർട്ട് ഫോമിലോട്ട് കണക്ട് ചെയ്യുന്നത് അതിന്റെ ഇമോഷൻസ് ആണ്. എപ്പോഴും ഇങ്ങനെ എല്ലാം ഒബ്സർവ് ചെയ്യും. ഈ ഇൻഡസ്ട്രിയിൽ വളരാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരാളെന്നുള്ള ഇതില് ഐ ഒബ്സർവ് എവറിത്തിങ്, ടെക്നിക്കാലിറ്റി എല്ലാം. പക്ഷെ ഏറ്റവും ആദ്യം നമ്മളെ കണക്ട് ചെയ്യുന്നത് ആ ഇമോഷനാണ്. അത് നമുക്ക് കണക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ഇറ്റ്സ് ലൈക്ക് എന്താണ് ഒരു നമ്മൾ എത്തിച്ചെന്ന ഒരു ബ്യൂട്ടിഫുൾ സ്പേസോ അല്ലെങ്കിൽ നമ്മൾ ഒളിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്ഥലമോ അങ്ങനത്തെ ഒരു സ്ഥലമായിട്ട് മാറും. അങ്ങനെ എനിക്ക് കണ്ടപ്പോ തോന്നി. ഞാൻ ഇന്ന് വരെ വാരണാസിയിൽ പോവാത്ത ഒരാളാണ്. ബട്ട് ഈ രണ്ട് കഥാപാത്രങ്ങളും അവരുടെ കൂടെ നടക്കുകയും അവരുടെ ജേർണിയും എല്ലാം കണ്ടപ്പോ ഞാനും അവരുടെ കൂടെ ഒരു ഒബ്സർവർ ആയിട്ട് ഇതെല്ലാം കാണുകയാണെന്ന് എനിക്ക് തോന്നിപ്പോയി. And Abhijit, congrats. ഇവിടെ ലിഫ്റ്റ് ഇത്ര ഉണ്ടോ?
പാടുന്നത്.